കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും ശ്രദ്ധാകേന്ദ്രമാകാറുള്ള നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ ഒരിക്കൽ കൂടി സജീവ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് അരങ്ങേറിയ വാക്പോരുകളും നേതാക്കളുടെ പരസ്യമായ അതൃപ്തികളും കോൺഗ്രസിനുള്ളിലെ ഭിന്നതകളും ഇന്ന് ചൂടേറിയ സംവാദങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. മുന്നണികൾ തമ്മിലുള്ള പതിവ് മത്സരത്തിനപ്പുറം കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹമാണ് ഈ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ശ്രദ്ധ നേടിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും താൻ വിട്ടുനിന്നത് മനഃപൂർവ്വമല്ലെന്നും കോൺഗ്രസ് നേതൃത്വം തന്നെ ക്ഷണിക്കാത്തതിനാലാണെന്നും ശശി തരൂർ എം പി പരസ്യമായി വെളിപ്പെടുത്തിയത് വലിയ കോളിളക്കമുണ്ടാക്കി. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ തന്നെ തഴയുന്നു എന്ന തരൂരിന്റെ ലോങ് സ്റ്റാൻഡിംഗ് പരാതിക്ക് ഈ പ്രസ്താവന കൂടുതൽ ബലം നൽകി. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചാരണത്തിന് തന്നെ ക്ഷണിച്ചിരുന്നുവെന്നും എന്നാൽ നിലമ്പൂരിൽ ആരും സമീപിച്ചില്ലെന്നും തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വവുമായി തനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് തുറന്നു സമ്മതിച്ച തരൂർ തിരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാതിരിക്കാനാണ് കൂടുതൽ പ്രതികരണങ്ങളിൽ നിന്നും വിട്ടുനിന്നതെന്നും വോട്ടെണ്ണലിന് ശേഷം വിശദമായി സംസാരിക്കാമെന്നും വ്യക്തമാക്കി. തരൂരിന്റെ ഈ പ്രതികരണം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടു. ദേശീയ തലത്തിൽ പോലും തരൂരിനെ പോലും ജനകീയനായ ഒരു നേതാവിനെ പ്രാദേശിക തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നത് എന്തുതരം രാഷ്ട്രീയ തന്ത്രമാണെന്ന ചോദ്യമുയർന്നു. ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തരൂരിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ മറ്റൊരു വിഭാഗം ഇത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന പ്രസ്താവനയായി വ്യാഖ്യാനിച്ചു. കോൺഗ്രസിന്റെ സമകാലിക രാഷ്ട്രീയത്തിൽ ശശി തരൂർ ഒരു നിർണായക സ്വാധീനമായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് സമൂഹ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും വലിയ സ്വീകാര്യത ലഭിക്കാറുണ്ട്. എന്നിട്ടും അദ്ദേഹത്തെ പോലുള്ള ഒരു നേതാവിനെ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും മാറ്റി നിർത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണമില്ലായ്മയാണെന്ന് പലരും വിലയിരുത്തുന്നുണ്ട്. ഇത് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരുകളുടെയും പരസ്പര അവിശ്വാസത്തിന്റെയും മറ്റൊരു ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നുണ്ട്. നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചും തരൂർ വിശദീകരണം നൽകി. അത് പഹൽഗാം മിഷന്റെ ഭാഗമായി മാത്രമായിരുന്നെന്നും രാജ്യവിഷയങ്ങളിൽ രാഷ്ട്രീയം നോക്കാറില്ലെന്നും രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്നും ഭാരത പൗരൻ എന്ന നിലയിൽ അത് തന്റെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. തരൂരിന്റെ ഈ പ്രസ്താവനയും ചില കോൺഗ്രസ് വൃത്തങ്ങളിൽ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. BJP വിരുദ്ധ നിലപാട് ശക്തമായി എടുക്കേണ്ട ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചു എന്ന തോന്നൽ ചിലരെങ്കിലും വെച്ചു പുലർത്തിയിരിക്കാം. എന്നാൽ ദേശീയ വിഷയങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായ നിലപാടെടുക്കുന്നത് തന്റെ കാഴ്ചപ്പാടാണെന്ന് തരൂർ പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതോടൊപ്പം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ കടുത്ത വിമർശനവുമായി CPM നേതാക്കളും മന്ത്രിമാരും രംഗത്തെത്തിയതും വലിയ ചർച്ചാ വിഷയമായി. നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കാലത്തെ മറ്റൊരു പ്രധാന സംഭവമാണിത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് KC വേണുഗോപാലിനെതിരെ നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ചർച്ചയായി. രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് രാജിവെച്ച് BJPക്ക് ദാനം ചെയ്ത KC വേണുഗോപാലിന്റെ ട്യൂഷൻ മതേതര കേരളത്തിന് ആവശ്യമില്ലെന്ന് റിയാസ് തുറന്നടിച്ചു. BJPക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം തികയ്ക്കാൻ കൈസഹായം നൽകിയവർ BJPയുടെ ഏജന്റ് പണിയാണ് ചെയ്യുന്നതെന്നും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പോലും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെന്നും റിയാസ് ആരോപിച്ചു. ഈ ആരോപണങ്ങൾ കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിലെ ചില നിർണായക തീരുമാനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. രാജസ്ഥാനിൽ വേണുഗോപാൽ രാജിവെച്ച ഒഴിവിലേക്ക് BJP സ്ഥാനാർത്ഥി രവനീത് സിംഗ് ബിട്ടു വിജയിക്കുകയും അദ്ദേഹം നിലവിൽ കേന്ദ്രമന്ത്രിയാവുകയും ചെയ്ത സാഹചര്യം CPM ആയുധമാക്കി. ഹരിയാന തിരഞ്ഞെടുപ്പിൽ BJPയെ ജയിപ്പിക്കാനുള്ള കൊട്ടേഷൻ AICC സംഘടനാ ജനറൽ സെക്രട്ടറിക്കായിരുന്നുവെന്നും അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തന്നെ വ്യക്തമാക്കിയ കാര്യമാണെന്നും റിയാസ് ആരോപിച്ചു. ഇത് കോൺഗ്രസിന്റെ മതനിരപേക്ഷ നിലപാടിനെ കുറിച്ചും BJPയോടുള്ള സമീപനങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾ ഉയർത്തുന്നതായിരുന്നു. മറുപടി എന്നോണം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി KC വേണുഗോപാലും രംഗത്തെത്തി. RSSുമായി സഹകരിച്ചിട്ടുണ്ടായിരുന്നുവെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശത്തിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയതിന് പിന്നാലെയായിരുന്നു വേണുഗോപാലിന്റെ പ്രതികരണം. അവസരവാദമേ താങ്കളുടെ പോരാണോ പിണറായി വിജയൻ എന്ന് ചോദിച്ച വേണുഗോപാൽ ചരിത്ര വസ്തുതകളെ മുഖ്യമന്ത്രി വളച്ചൊടിക്കുകയാണെന്നും വിമർശിച്ചു. RSS ബന്ധം CPIM ആഗ്രഹിച്ചപ്പോഴാണ് സുന്ദരയ്യ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതെന്നും 1977 പിണറായി വിജയൻ നിയമസഭയിലേക്ക് വിജയിച്ചത് RSSന്റെ പിന്തുണയോടെയാണെന്നും KC വേണുഗോപാൽ ആരോപിച്ചത്. ഗവർണർക്കെതിരെ CPI ക്യാമ്പയിൻ നടത്തിയപ്പോൾ മുഖ്യമന്ത്രി മിണ്ടിയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ പരസ്പരമുള്ള ആരോപണങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചൂട് വർദ്ധിപ്പിച്ചു. എന്നാൽ അതോടൊപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി രാഷ്ട്രീയം പറഞ്ഞില്ലെന്നും സിനിമാ ഡയലോഗ് വെച്ചാണ് പ്രചാരണം നടത്തിയതെന്നും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ ആരോപിച്ചു. വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ആര്യാടന് കഥ എഴുതാൻ പോകാം, സ്വരാജിന് സെക്രട്ടേറിയറ്റിലേക്ക് പോകാം, താൻ നിയമസഭയിലേക്ക് പോകുമെന്നും അൻവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.
രണ്ട് മുന്നണികളും ജനങ്ങളുടെ വിഷയങ്ങൾ അവഗണിച്ചുവെന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം ശ്രദ്ധേയമാണ്. പലപ്പോഴും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രാദേശിക പ്രശ്നങ്ങളെക്കാൾ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ കടന്നു വരാറുണ്ട്. അൻവറിന്റെ ഈ പ്രസ്താവനയിലൂടെ പ്രാദേശിക പ്രശ്നങ്ങൾക്ക് വോട്ടർമാർ എത്രത്തോളം പ്രാധാന്യം നൽകിയെന്നതും ഒരു ചർച്ചാ വിഷയമാണ്. 2016 ആര്യാടൻ ഷൗക്കത്തിന്റെ ബൂത്തിൽ താനാണ് ലീഡ് ചെയ്തതെന്നും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഈ ബൂത്തിൽ ലീഡ് നേടിയെന്നും അൻവർ ഓർമ്മിപ്പിച്ചു. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനത്തെയും മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ ജനകീയ അടിത്തറയെയും എടുത്തു കാണിക്കുന്നുണ്ട്. ഇത്തവണയും മികച്ച വിജയം നേടുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. CPIM പ്രാദേശിക നേതാക്കൾക്ക് ബന്ധപ്പെടാൻ 3 മൊബൈൽ നമ്പറുകൾ നൽകിയിട്ടുണ്ടെന്നും അവർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അൻവർ വെളിപ്പെടുത്തി. ഇത് അദ്ദേഹത്തിന്റെ പ്രചാരണ തന്ത്രത്തിന്റെ ഭാഗമാണ്. മുണ്ടൂരിൽ ആന ചവിട്ടിക്കൊന്ന് വയോധികൻ മരിച്ച ദാരുണമായ സംഭവത്തിനിടയിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന അൻവറിന്റെ പരാമർശം തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിലെ പ്രാദേശിക പ്രശ്നങ്ങളിലേക്കും ജനങ്ങളുടെ ദുരിതങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. ആന ആക്രമണങ്ങളും വന്യജീവി ശല്യവും മലയോര മേഖലയിൽ ഒരു പ്രധാന വിഷയമാണ്. ഇത് വോട്ടർമാരുടെ മനസ്സിൽ എന്ത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകുമെന്നതും ശ്രദ്ധേയമാണ്. LDF-ൽ നിന്നും 25% വോട്ട് തനിക്ക് ലഭിക്കുമെന്നും UDF-ൽ നിന്നും 35% വോട്ടും ലഭിക്കുമെന്നും അൻവർ അവകാശപ്പെട്ടു. മൊത്തം 75,000-ലധികം വോട്ട് തനിക്ക് ലഭിക്കുമെന്നും അത് ആത്മവിശ്വാസമല്ല, യാഥാർത്ഥ്യമാണെന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. ഈ പ്രവചനം എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമേ വ്യക്തമാകൂ. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ സ്വാധീനത്തെയും വ്യക്തിപരമായ ജനകീയതയെയും എടുത്തു കാണിക്കുന്നതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേവലം ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പ് എന്നതിലുപരി കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും മുന്നണികൾ തമ്മിലുള്ള രൂക്ഷമായ രാഷ്ട്രീയ പോരാട്ടങ്ങളും ദേശീയ രാഷ്ട്രീയത്തിലെ ചില വിഷയങ്ങളും പ്രതിഫലിക്കുന്ന ഒരു കണ്ണാടിയായി മാറി. വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ഈ രാഷ്ട്രീയ നീക്കങ്ങളുടെയും ആരോപണ പ്രത്യാരോപണങ്ങളുടെയും ആത്യന്തിക ഫലം എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കിയാണ് കേരള രാഷ്ട്രീയം.